ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് റേഡിയോ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 116-ാം ഭാഗത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. मेरे प्यारे देशवासियों, नमस्कार। രാജ്യത്തിൻ്റെ കൂട്ടായ പ്രവർത്തനങ്ങളെക്കുറിച്ചും രാജ്യത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ കഴിവുകളെക്കുറിച്ചും യുവാക്കളുടെ സ്വപ്നങ്ങളെയും അഭിലാഷങ്ങളെയും കുറിച്ചും സംവദിക്കുന്നതിനായാണ് മൻ കി ബാത്ത് പരിപാടിയിലൂടെ താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന മുഖവുരയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പരിപാടിയുടെ 116-ാം ഭാഗത്തിന് തുടക്കമിട്ടത്. मन की बात यानी देश के सामूहिक प्रयासों की बात, देश की उपलब्धियों की बात, जन जन के सामर्थ्य की बात. ഇന്ന് NCC ദിനമാണെന്ന കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ഓർമ്മപ്പെടുത്തി. പഠനകാലത്ത് താനും ഒരു NCC കേഡറ്റായിരുന്നുവെന്നും അതിൽ നിന്നും നേടിയ അനുഭവം വിലമതിക്കാനാവാത്തതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. NCCയെ ശാക്തീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് നടന്നുവരുന്നതെന്നും ഇക്കൊല്ലം 20 ലക്ഷത്തിലധികം യുവാക്കൾ NCCയിൽ ചേർന്നതായും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് NCC വളരെയധികം സഹായിക്കുമെന്നും അതിനാൽ പരമാവധി പേർ NCCയിൽ ചേരണമെന്നും പ്രധാനമന്ത്രി യുവാക്കളോട് അഭ്യർത്ഥിച്ചു. आज NCC दिवस है। NCC का नाम सामने आते ही मैं स्वयं भी NCC कैडेट रहा हूं, इसलिए पूरे विश्वास के साथ कह सकता हूं कि इससे मिला अनुभव मेरे लिए अनमोल है. മൻ കി ബാത്ത് പരിപാടിയിലൂടെ രാജ്യത്തെ യുവാക്കൾക്ക് പതിവായി പലവിധ പ്രോത്സാഹനങ്ങൾ നൽകുന്നതിൽ പ്രധാനമന്ത്രി ശ്രദ്ധ പുലർത്തുന്നു. വരാനിരിക്കുന്ന ജനുവരി 12 ദേശീയ യുവജന ദിനം പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ഓർമ്മപ്പെടുത്തി. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നതിനൊപ്പം ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ യുവജന ആശയങ്ങളുടെ മഹാമേളയും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഭാരതം യുവ നേതാക്കളുടെ സംവാദം എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ ഗ്രാമതലം മുതലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 2000-ലധികം യുവാക്കൾ ഒത്തുചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. साथियों, विकसित भारत के निर्माण में युवाओं का रोल बहुत बड़ा है. आप जानते हैं 12 जनवरी को स्वामी विवेकानंद जी की जयंती पर देश युवा दिवस मनाता है. इस अवसर पर 11-12 जनवरी को दिल्ली के भारत मंडपम में युवा विचारों का महाकुंभ होने जा रहा है. NCCയുടെ മുന്നേറ്റത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന പ്രോത്സാഹനം ഏറെ പ്രധാനമാണെന്നും ഇന്നത്തെ മൻ കി ബാത്തിൽ NCCയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശം കേഡറ്റുകൾക്കും ഓഫീസർമാർക്കും ആത്മവിശ്വാസം നൽകുകയും കൂടുതൽ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നതിനുള്ള ഊർജ്ജം നൽകുമെന്നും തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിലെ മുൻ NCC ഓഫീസറും അധ്യാപകനുമായ മാത്യു കെ തോമസ് പറഞ്ഞു. NCCയുടെ അസൂയാവഹമായ ഈ മുന്നേറ്റത്തിന് ഏറ്റവും വലിയ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നത് നമ്മളുടെ ഊർജ്ജസ്വലനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നൽകുന്ന പ്രോത്സാഹനമാണ്. ഇന്നത്തെ മൻ കി ബാത്തിൽ അദ്ദേഹം NCCയെക്കുറിച്ച് എടുത്തു പറയുകയുണ്ടായി. ഒരു NCC കേഡറ്റ് ആയിരുന്ന അദ്ദേഹത്തിന് NCCയിലൂടെ ലഭിച്ച ഡിസിപ്ലിനും പൗരബോധവും സാമൂഹിക പ്രതിബദ്ധതയും അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായിരുന്നുവെന്ന് അദ്ദേഹം എടുത്ത് പറയുകയുണ്ടായി. ഇന്നത്തെ യുവജനങ്ങളാണ് നാളത്തെ നമ്മുടെ പൗരന്മാർ, നാളെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കേണ്ടവർ. ഈ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഊർജ്ജസ്വലനായ പ്രധാനമന്ത്രി NCCയുടെ പങ്കാളിത്തം കൂടുതൽ വിപുലീകരിക്കുന്നതിനും കൂടുതൽ യുവജനങ്ങളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ NCCയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുന്നത്. മുൻപെങ്ങും ലഭിക്കാതിരുന്ന ഒരു അംഗീകാരവും പ്രോത്സാഹനവും പ്രധാനമന്ത്രിയിൽ നിന്ന് തന്നെ ലഭിക്കുന്നു എന്നുള്ളത് NCC കേഡറ്റ്സിനും ഓഫീസേഴ്സിനും വലിയ അഭിമാനത്തോടെ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നതിനുള്ള ഊർജ്ജം ലഭിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. യുവാക്കൾ മുതിർന്ന പൗരന്മാരെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഭാഗമാക്കാൻ സഹായിക്കുകയും നിസ്വാർത്ഥമായ സേവനം നൽകുകയും ചെയ്യുന്ന കാര്യം ലഖ്നൌവിലെ വീരേന്ദ്രൻ എന്ന യുവാവിനെ പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. മുതിർന്ന പൗരന്മാർക്കായി വീരേന്ദ്രൻ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുന്നത് ഏറെ പ്രശംസനീയമാണ്. ഇന്ന് സമൂഹത്തിൽ വ്യാപകമായിരിക്കുന്ന ഡിജിറ്റൽ അറസ്റ്റ് എന്ന സൈബർ തട്ടിപ്പിന് ഇരയാകുന്നത് കൂടുതലും മുതിർന്ന പൗരന്മാരാണെന്നും ഇക്കാര്യത്തിൽ മുതിർന്ന പൗരന്മാർക്ക് ഡിജിറ്റൽ ബോധവൽക്കരണം നൽകാൻ കൂടുതൽ യുവാക്കൾ മുന്നോട്ട് വരണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന കാര്യം പരാമർശിച്ച പ്രധാനമന്ത്രി ചെന്നൈയിൽ പ്രകൃത് അറിവകം എന്ന പേരിൽ ശ്രീറാം ഗോപാലൻ സജ്ജമാക്കിയിരിക്കുന്ന പുസ്തകശാല മൻ കി ബാത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി.
12ഓളം ഗ്രാമങ്ങളിലെ യുവാക്കൾക്ക് വായനാ സൗകര്യം ലഭ്യമാക്കുന്ന ബീഹാറിൽ ഗോപാൽഗഞ്ച് പ്രദേശത്തെ പ്രയോഗ് ലൈബ്രറിയും സമാന ഉദ്യമമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. मेरे प्यारे देशवासियों, आजकल बच्चों की पढ़ाई को लेकर कई तरह के प्रयोग हो रहे हैं. मैं चेन्नई का एक उदाहरण आपसे शेयर करना चाहता हूँ. यहाँ बच्चों के लिए एक ऐसी लाइब्रेरी तैयार की गई है जो क्रिएटिविटी और लर्निंग का हब बन चुकी है. इसे प्रकृत अरिवगम के नाम से जाना जाता है. ഗയാനയിൽ 180 വർഷങ്ങൾക്ക് മുൻപ് കുടിയേറിയ ഇന്ത്യൻ സമൂഹം അവിടെ ഒരു മിനി ഭാരതം സൃഷ്ടിച്ചതായി കാണാൻ കഴിഞ്ഞുവെന്നും ഇതേ രീതിയിൽ ലോകമെമ്പാടും വേരൂന്നിയ ഭാരത സമൂഹത്തെക്കുറിച്ചുള്ള അറിവുകൾ കണ്ടെത്തി പങ്കിടണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. വിദേശങ്ങളിലെ ഇന്ത്യൻ സമൂഹങ്ങളുടെ യഥാർത്ഥ കഥകൾ ഇന്ത്യ ഡയസ്പോറ എന്ന ഹാഷ്ടാഗോടെ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ പങ്കിടണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഗുജറാത്തിലെ കച്ചിൽ നിന്ന് ഒമാനിൽ കുടിയേറിയ ഭാരതീയരുടെ വിവരങ്ങളും അമൂല്യ രേഖകളും ഒമാനിലെ ഇന്ത്യൻ എംബസിയുടെയും നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെയും സഹകരണത്തോടെ ശേഖരിക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ ഉപനിഷത്തുകൾ ചെക്കോസ്ലോവാക്യയിൽ അവരുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്ന കാര്യവും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിൻ ഇന്നത്തെ മൻ കി ബാത്ത് പരിപാടിയിലും പ്രധാനമന്ത്രി ആവർത്തിച്ചു. 5 മാസത്തിനുള്ളിൽ 100 കോടി മരങ്ങൾ വച്ചുപിടിപ്പിച്ചതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. പദ്ധതി വിദേശ രാജ്യങ്ങളിലും വ്യാപിക്കുകയാണെന്നും അടുത്തിടെ നടത്തിയ തന്റെ ഗയാന സന്ദർശനത്തിലും ഏക് പേഡ് മാം കെ നാം പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പ്രതിപാദിച്ച വിഷയങ്ങളിലധികവും രാജ്യത്തെ യുവാക്കളുമായി ബന്ധപ്പെട്ടതായിരുന്നുവെന്നും ഈ പരിപാടിയിലൂടെ അദ്ദേഹം യുവാക്കൾക്ക് നൽകുന്ന പ്രചോദനം ഏറെ വലുതാണെന്നും നെഹ്റു യുവകേന്ദ്ര സ്റ്റേറ്റ് ഡയറക്ടർ M. അനിൽകുമാർ പറഞ്ഞു. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 മുതൽ രാജ്യം എല്ലാ വർഷവും ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുകയാണ്. ഈ ദിവസം മുതൽ നമ്മൾ ദേശീയ യുവോത്സവം സംഘടിപ്പിച്ചു വരിക, നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു വരികയാണ്. ഈ വർഷത്തെ നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജനുവരി 11, 12 ദിവസങ്ങളിലായി വികസിത ഭാരതത്തെക്കുറിച്ച് രാജ്യത്തെ യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നേരിട്ട് സംവദിക്കുന്നു എന്നുള്ളതാണ്. ഇതിനായി യങ് ലീഡേഴ്സ് ഡയലോഗ് മത്സരങ്ങൾ നാളെ മുതൽ രാജ്യമെമ്പാടും ആരംഭിക്കുകയാണ്. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം രൂപം കൊടുത്ത മേരാ യുവ ഭാരത് പ്ലാറ്റ്ഫോമിലാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. മറ്റൊന്ന് സ്വച്ഛതാ അഭിയാന്റെ കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ക്യാമ്പയിനുകൾ രാജ്യമെമ്പാടും സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് യുവജനങ്ങൾ ഇതുപോലുള്ള പൊതുസ്ഥലങ്ങൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, നദികൾ, അതുപോലുള്ള ജലാശയങ്ങളൊക്കെ ശുചീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ ക്യാമ്പയിനാണ് തുടക്കം കുറിച്ചത്. ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായി നടന്നുകൊണ്ടിരിക്കും. ഇതിലൊക്കെ യുവാക്കളുടെ പ്രാതിനിധ്യം വളരെ പ്രധാനപ്പെട്ടതാണെന്നും അത് അപ്രീഷിയേറ്റ് ചെയ്ത തരത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യത്തിലൊക്കെ സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്നും നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന കുരുവികളുടെ സംരക്ഷണത്തിനായി ചെന്നൈയിലെ കൂടുകൾ ട്രസ്റ്റ് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. സ്ഥാപനത്തിലെ അംഗങ്ങൾ സ്കൂളുകൾ സന്ദർശിച്ച് കുരുവികളെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും കുരുവികൾക്ക് കൂടൊരുക്കുന്നതുൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ശുചിത്വത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി സർക്കാർ ഓഫീസുകളിലെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിൽ കൈവരിച്ച നേട്ടങ്ങൾ വ്യക്തമാക്കി. മാലിന്യത്തിൽ നിന്നും മാണിക്യം എന്ന ആശയം പ്രാവർത്തികമാക്കുന്ന മുംബൈ സ്വദേശികളായ അക്ഷര, പ്രകൃതി എന്നീ പെൺകുട്ടികളെയും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. ഉപയോഗശൂന്യമായ തുണിക്കഷണങ്ങളിൽ നിന്നും ഫാഷൻ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന അക്ഷരയുടെയും പ്രകൃതിയുടെയും ഉദ്യമത്തെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. അരുണാചലിലെ സാങ്തി താഴ്വരയും നദീതീരവും വൃത്തിയാക്കുന്ന ഇഷിതയുടെ പ്രവർത്തനങ്ങളെയും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ചൂണ്ടിക്കാട്ടി. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തെ ശുചിത്വ ക്യാമ്പയിന് ഊർജ്ജം പകരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഇത്തരം ഉദ്യമങ്ങളെക്കുറിച്ച് എഴുതി അറിയിക്കണം എന്ന അഭ്യർത്ഥനയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്ത് പരിപാടിയുടെ 116-ാം അധ്യായം അവസാനിപ്പിച്ചത്. भारत के स्वच्छता अभियान को गति मिलती है. ये निरंतर चलते रहने वाला अभियान है. आपके आसपास भी ऐसा जरूर होता ही होगा. आप मुझे ऐसे प्रयासों के बारे में जरूर लिखते रहिए. साथियों, मन की बात के इस एपिसोड में फिलहाल इतना ही. मेरी ढेर सारी शुभकामनाएं. बहुत बहुत धन्यवाद. നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് റേഡിയോ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 116-ാം ഭാഗത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത്
അനിൽകുമാർ ഐരൂപ്പാറ.